ഒത്തുപിടിച്ചാൽ പച്ചയും പോരും. കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ കഥയിൽ സ്വാഗതം. നിങ്ങൾ ഉറക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ലൈക്കും അടിക്കുക. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ കഥകൾ കേട്ടുറങ്ങുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഒത്തുപിടിച്ചാൽ പച്ചയും പോരും. സൂര്യവനം പേര് സൂചിക്കുന്നത് പോലെ ആകെ വരണ്ടുണങ്ങി. മുമ്പ് പച്ചപ്പ് നിറഞ്ഞിരുന്ന വനം ക്രമേണ ഉഷ്ണഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾക്ക് ശ്വാസതടസ്സവും മറ്റു അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. വനാതിർത്തിയിലുള്ള ലൂണ തടാകത്തിലും വെള്ളമില്ലാണ്ടായി. ഷേർ രാജാവിന് ആദിയായി. രാജാവ് തൻ്റെ മന്ത്രിമാരുടെ അടിയന്തര രോഗം വിളിച്ചു ചേർത്തു. വെള്ളം സംരക്ഷിക്കാനും വനത്തിലെ ഹരിതാഭാഗ തിരികെ കൊണ്ടുവരാനും നാം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തുകൊണ്ടാണ് വനം ഉണങ്ങി വരണ്ടു പോകുന്നതെന്ന് കണ്ടെത്താൻ മന്ത്രിമാർ തീരുമാനിച്ചു. 4 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിമാർ രാജാവിനെ റിപ്പോർട്ടുമായി കാണാനെത്തി. ജംബു ആനയാണ് തടാകത്തിലെ ജലം പാഴാക്കി കളയുന്നത്. തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച സമീപത്ത് വരുന്ന മൃഗങ്ങൾക്ക് നേരെ ഒഴിക്കുകയാണ് അവൻ. റോവി മുയൽ കീറുകീർത്തു. ഞാൻ വനത്തിൽ ഏതാനും വീടുകൾ സന്ദർശിച്ചു. ഹാനികരമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുറേ മൃഗങ്ങൾ ഈ വനത്തിലുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുവെ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അവർ. സോനിസേബ്ര കീറുകീർത്തു. മാലിന്യം നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് ബണ്ടിച്ചെന്നായും ടെൻഡറിച്ചെന്നായും പതുങ്ങിയിരുന്ന് മൃഗങ്ങളെ ആക്രമിക്കുന്നതിനാൽ പലരും മാലിന്യങ്ങൾ തോന്നിയെടുത്ത് നിക്ഷേപിക്കാൻ തുടങ്ങി. ബാലുക്കരുടെയും തൻ്റെ കണ്ടെത്തൽ അവതരിപ്പിച്ചു. ഏതാനും രാത്രികൾക്ക് മുമ്പ് നല്ല തണുപ്പുള്ള സമയത്ത് മൃഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയിട്ട് ആ കനലെടുത്ത് അപ്പുറത്തുള്ള ആ കാടുകളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ താമസിയാതെ അവർ ചുമയ്ക്കാൻ തുടങ്ങി. പ്ലാസ്റ്റിക് കത്തിച്ചപ്പോൾ ഉണ്ടായ അപകടകരമായ പുക ശ്വസിച്ചാണ് ഇപ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടായത്. അതിൻ്റെ തീയുള്ള ഭാഗങ്ങളിൽപ്പെട്ട് വലിയ ഉറുമ്പുകൂടുകൾ നശിപ്പിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മണ്ണാത്തി അണ്ണാൻ പറഞ്ഞു. രാജാവ് നിശബ്ദനായി. മന്ത്രിമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. പിന്നെ കുറേ നേരം ആലോചനയിൽ മുഴുകി. രാജാവാണല്ലോ ഇനി മറുപടി നൽകേണ്ടത്. കാട്ടിലെ പച്ചപ്പ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി രാജാവ് അവതരിപ്പിച്ചു. അത് കേട്ട് മന്ത്രിമാർ പുഞ്ചിരിയോട് തലകുലുക്കി. രാജാവ് തൻ്റെ സൈനികരായ മിണ്ടിക്കുറുക്കനെയും ചീർപ്പന്നിയെയും അടുത്തേക്ക് വിളിച്ചു. ജംബോ വെൻട്രി, ടെൻട്രി ഉറുമ്പുറാണി എന്നിവരോട് നാളെ രാവിലെ 9 മണിക്ക് എന്നെ വന്ന് കാണാൻ പറയൂ, രാജാവ് ആജ്ഞാപിച്ചു. അതേസമയം തന്നെ മന്ത്രി ബാലുക്കരുടെ ഏറ്റവും ഉയരം കൂടിയ മരത്തിൻ്റെ മുകളിൽ കയറി ഒരു പ്രഖ്യാപനവും നടത്തി. നമസ്കാരം പ്രിയ ചങ്ങാതിമാർ, അവൻ വലിയ ശബ്ദത്തിൽ പറഞ്ഞു. സൂര്യാവനത്തിലെ ശേര രാജാവിൻ്റെ കൽപ്പന എന്തെന്നാൽ. ഇത് കേട്ട് വീടുകളിൽ നിന്ന് എല്ലാ മൃഗങ്ങളും പുറത്തിറങ്ങി കേട്ടു. ഈ കാട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും ഒരുമിച്ചിടാൻ ഇനി ആരെയും അനുവദിക്കില്ല. രണ്ടിനും വേറെ വേറെ പാത്രങ്ങൾ വെൽക്കണം. ഇത് നടപ്പിലാക്കാത്തവർ ശിക്ഷിക്കപ്പെടും. കാട്ടിലെ ഉത്തരവ് മൃഗങ്ങൾക്ക് പാലിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. പിറ്റേന്ന് രാവിലെ 4 സന്ദർശകർ ശേരരാജാവിൻ്റെ കോടാതിയിലെത്തി. വെൻട്രിയും ടെൻട്രിയും ഇവിടെ വരൂ. രാജാവ് വിളിച്ചപ്പോൾ രണ്ടാളും രാജാവിൻ്റെ മുന്നിൽ വന്ന് തൊഴുതു. നിങ്ങൾക്കൊരു ജോലിയുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ സമീപത്തുള്ള മാലിന്യത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് കാടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ കൊണ്ട് നിക്ഷേപിക്കണം. രാജാവ് ഉത്തരവിട്ടു. അടുത്തതായി ഉറുമ്പുകൾ നേതാവിൻ്റെ ഊഴമായിരുന്നു. വരണ്ടുണങ്ങിയ ഭൂമിയിൽ ചെടി വളരുകയില്ല. പ്ലാസ്റ്റിക് മാലിന്യം ടെൻഡറിയും വെൻട്രിയും വേർതിരിച്ചു കഴിഞ്ഞാൽ ജൈവ മാലിന്യത്തെ വളമാക്കി മാറ്റാൻ കഴിയും. ഈ വളം ഉപയോഗിച്ച് മരങ്ങൾ വളർത്തിയെടുക്കാം. നിങ്ങൾ ഉറുമ്പുകൾ ചെറിയ വിത്തുകൾ ശേഖരിച്ച് ജൈവ മാലിന്യത്തിൽ നിക്ഷേപിക്കൂ.
ഉറുമ്പുകളുടെ നേതാവ് അക്കാര്യം സന്തോഷപൂർവ്വം ഏറ്റു. തുടർന്ന് രാജാവ് ജംബോയുടെ നേരെ തിരിഞ്ഞു. ജംബോ, നീ ഇപ്പോൾ എന്താ കാട്ടിലുൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ നേരെ വെള്ളം കോരി ഒഴിക്കുന്നതിന് പകരം നീ ഉണങ്ങിയ ഭൂമിയിലേക്ക് വെള്ളം ഒഴിക്കൂ. നിന്റെ ഉറുമ്പ് കൂട്ടുകാർ പണിയെടുക്കുന്ന ഭാഗത്തേക്ക് നിനക്ക് കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കണം. ജംബോയും സന്തോഷത്തോടെ അക്കാര്യം ഏറ്റു. പക്ഷേ അവന് വെള്ളം ചീറ്റിക്കാൻ പിന്നെയും അവസരം കിട്ടിയല്ലോ. അങ്ങനെ ഏതാനും മാസങ്ങൾ കടന്നുപോയി. സൂര്യവനത്തിൽ പച്ചനിറം വ്യാപിച്ചു തുടങ്ങി. ഉണങ്ങി വരണ്ട മണ്ണ് വീണ്ടും വളക്കൂറുള്ളതായി. അവിടെ ചെടികൾ നിറയെ വളർന്നു. ഉറുമ്പുകളുടെ കഠിനാധ്വാനം ഫലം കണ്ടിരിക്കുന്നു. ജംബോ ആന ദിവസവും വെള്ളം കോരി നനയ്ക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചു മാറ്റിയ ചെന്നായ്ക്കൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും നന്ദി പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിച്ച ഭാഗത്തും മണ്ണിട്ടുയർത്തി. അവിടെ ചെറിയൊരു പാർക്കുണ്ടാക്കി. മൃഗങ്ങൾക്ക് വന്നിരിക്കാനുള്ള സ്ഥലമായി മാറി. ശ്രമിച്ചാൽ എന്തും നടക്കുമെന്ന പാഠം സൂര്യവനത്തിലെ മൃഗങ്ങൾ മനസ്സിലാക്കി. പരിസ്ഥിതി സംരക്ഷിക്കുന്ന കാര്യത്തിലും അത് സത്യമായി. നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീണെന്നാണ് അർത്ഥം. അങ്ങനെ